ഇന്നൊരു കിഡിലും ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെമ്മീനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതൊരു പാനിലേക്ക് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഈ നമ്മൾ മസാല ഇട്ട് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ എടുക്കുമ്പം തന്നെ അതിലേക്ക് ആ ചെമ്മീൻ്റെ വെള്ളം കുറച്ച് വരും. അതൊക്കെ വറ്റിക്കഴിഞ്ഞ ശേഷം നന്നായിട്ട് വേവുള്ളൂ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടത് 2 ഉള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ 1 മതി. ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഒരു തക്കാളി, വലിയ തക്കാളിയാണ് കേട്ടോ ഒന്നെടുത്തത്. ഒരു 3 പച്ചമുളക് എടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് അത് വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരും. തിളച്ച് വരുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, ഇതന്നെ മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.